ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ രാധികാമ്മയാണെന്നുണ്ടെങ്കിൽ സാന്ദ്രയുടെ അടുത്ത് പറയുന്നുണ്ട്, സാന്ദ്രേ കാറിൽ എൻ്റെ ഫോണുണ്ട്, അതെടുത്ത് ഗീതു സേവ് ചെയ്തേക്കണ നമ്പറിൽ ഇവിടുത്തെ ലൊക്കേഷൻ അയച്ചു കൊടുക്കാൻ വേണ്ടി പറയുക കേട്ടോ. അപ്പോഴേക്കും അവിടുത്തെ കൗൺസിലർ ചോദിക്കുന്നുണ്ട്, മാഡം അകത്തേക്ക് കയറിയാലോ? ഇല്ല, ഗീതു വരാനുണ്ട്, അവൾ വരുമ്പോൾ എനിക്ക് നല്ല നേരം എന്ന് പറയുമ്പോൾ തന്നെ ഗീതു അങ്ങോട്ടേക്ക് നിലവിളക്കും കൊണ്ട് വരുക കേട്ടോ. രാധികാമ്മ നമ്മുടെ വിജയലക്ഷ്മി ആകെ ഞെട്ടിപ്പോവാണ്. വിജയലക്ഷ്മി നോക്കുമ്പോൾ തെളിഞ്ഞ നിലവിളക്കുമായിട്ട് ഗീതു അമ്മ ഇങ്ങനെ മുമ്പിലേക്ക് വരുവാണ് നടന്നിട്ട്. വിജയലക്ഷ്മിയുടെ മുഖമൊക്കെ ആകെ സന്തോഷം കൊണ്ട് നിറഞ്ഞൊഴുകുമായിട്ടോ. മാഡം എന്ന് പറയാണ്. ഇപ്പോൾ ശരിക്കും ഞെട്ടിയത് ആരാ എന്ന് ചോദിക്കുമ്പോൾ, കൊള്ളാലൂടെ മിടുക്കി, നീ ഇത് കണ്ടുപിടിച്ചോ? പിന്നെ അല്ലാതെ, ഞാനൊരു സർപ്രൈസ് തരാമെന്ന് പറഞ്ഞില്ലേ, എങ്ങനെയുണ്ട് എൻ്റെ ഈ സർപ്രൈസ് എന്ന് പറയുമ്പോഴേക്കും കൊള്ളാം, നന്നായിട്ടുണ്ടെന്ന് പറയാണ്. ആ സമയത്ത് ബാക്കിയുള്ളത് കൂടി നീ കണ്ടുപിടിച്ചോ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല, അത് കണ്ടുപിടിക്കാനുള്ള സമയം കിട്ടിയില്ല, കണ്ടുപിടിക്കും. സാന്ദ്ര പറയുന്നുണ്ട്, മാഡം സമയം കളയണ്ട, നിലവിളക്കുമായിട്ട് അകത്ത് കയറ് എന്ന് പറയുമ്പോൾ ഗീത നിലവിളക്ക് കൊടുക്കാണ്ട് നമ്മുടെ വിജയലക്ഷ്മി അകത്തേക്ക് കയറുന്നുണ്ട്. അതിനുശേഷം വീടൊക്കെ ശരിക്കും നോക്കിയിട്ട് പൂജാ റൂമിലേക്ക് ആ നിലവിളക്ക് വെക്കുകയാണ്. ദൈവങ്ങളോട് പ്രാർത്ഥിക്കുകയാണ്, ഈശ്വര എനിക്ക് നഷ്ടപ്പെട്ടതൊക്കെ എനിക്ക് ഇനിയെങ്കിലും തിരിച്ചു തരണേ എന്ന് പറയുന്നുണ്ട്. ഗീത പറയുന്നുണ്ട്, വാ മാഡം, ഇനി പാലുകാച്ചൽ ചടങ്ങാണ്. പാലുകാച്ചൽ ചടങ്ങോ? അതെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വിജയലക്ഷ്മിനെയും കൊണ്ടിട്ട് അടുക്കളയിലേക്ക് പോവാണ്. അങ്ങനെ പാല് കാച്ചിപ്പിക്കുവാണ്. വിജയലക്ഷ്മിക്ക് സന്തോഷമാവാം കേട്ടോ. അതിനുശേഷം വിജയലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് സന്തോഷമായി മോളെ എന്ന് പറയാണ്. ആഹാ, അത് മതി, പോരാ, ഈ മധുരം കൂടി കഴിക്കുക എന്ന് പറഞ്ഞിട്ട് എനിക്ക് കുറച്ച് മതി, ബാക്കി മോള് കഴിച്ചെന്ന് പറയുവാണ്. അതിനുശേഷം നമ്മുടെ വിജയലക്ഷ്മി പറയുന്നുണ്ടത്, ഇതാണ് സാന്ദ്ര സോഫ്റ്റ്വെയറിൽ ഭയങ്കര പുലിയാ, ഇനി മുതൽ സോഫ്റ്റ്വെയറിൽ മോളെ സാന്ദ്ര ഹെൽപ്പ് ചെയ്യും, സാന്ദ്ര നല്ലൊരു ഫ്രണ്ടായിട്ട് കൂടി കാണാൻ കേട്ടോ. എൻ്റെ പേര് സാന്ദ്ര എന്ന് പറഞ്ഞിട്ട് പരിചയപ്പെടാണ്. ഹായ്, ഞാൻ ഗീതു എന്ന് പറഞ്ഞിട്ട് നമുക്ക് വിശദമായിട്ട് പരിചയപ്പെടാം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഉമ്മറത്തേക്കൊരു കാറ് വരികയാണ്. അതിൽ രാധികാമ്മയാണ്. രാധികാമ്മ പറയുന്നുണ്ട്, വിജയലക്ഷ്മി ഇവിടെ ഇല്ലേ? ഉണ്ട് മാഡം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ വിജയലക്ഷ്മി വരുന്നുണ്ട്. കൂടെ നമ്മുടെ ഗീതുവും വരുവാണ്. രണ്ടുപേരും നമ്മുടെ രാധികാമ്മനെ അവിടെ ആകെ ഞെട്ടിത്തരിച്ച് ഇങ്ങനെ നിൽക്കുക കേട്ടോ നോക്കിക്കൊണ്ട്. അതിനുശേഷം എന്തോ മലമറിച്ച പോലെ രാധികാമ്മ രണ്ടുപേരുടെ മുഖത്തേക്ക് മാറി മാറി നോക്കുവാണ്. വിജയലക്ഷ്മി ഗീതു അടുത്തേക്ക് വരുന്നുണ്ട്. നിനക്കെന്താ എവിടെ കാര്യം എന്ന് ചോദിക്കുമ്പോൾ, പ്രതീക്ഷിക്കാത്തടത്തൊക്കെ ഞാൻ വരും, എല്ലാവരും ഞെട്ടിച്ചുകൊണ്ടിരിക്കും എന്ന് പറയുവാണ്. ഓ, അങ്ങനെയാണോ എന്ന് പറയുമ്പോഴേക്കും, അതെ അങ്ങനെ തന്നെയാണ്, പക്ഷെ ഞാനിപ്പോൾ ഇവിടെ വന്നത് നിൻ്റെ വീടിൻ്റെ പാലുകാച്ചിലും കാര്യങ്ങളും കാണാൻ വേണ്ടിയിട്ടൊന്നല്ല, അതെ ഇവളെ കാണാൻ വേണ്ടിയിട്ടാണ്, ഗീതുവിന് ഇവൾക്കൊരു സാധനം കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും ദൂരം താണ്ടി ഞാനിങ്ങോട്ടേക്ക് വന്നത് എന്ന് പറഞ്ഞിട്ട് ഗീതുയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുക. നിന്നെ കാണാൻ വേണ്ടിയിട്ടാടി ഞാനിങ്ങോട്ട് വന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. ഗീതു ആ സമയത്ത് മനസ്സിലായി എന്തൊക്കെ ഉടായ്പാണെന്ന്. അങ്ങനെ ഗീതുവിൻ്റെ അടുത്തേക്ക് നമ്മുടെ വിജയലക്ഷ്മി രാധിക നടന്നു പോവാണ്. ശേഷം ഗീതുവിൻ്റെ മുഖത്തേക്ക് നോക്കുന്നുണ്ട്. അതിനുശേഷം, ഇതെന്താണെന്ന് അറിയാവോ? നീ വായിച്ചു നോക്ക്, ഇത് നിൻ്റെ കയ്യിലേക്ക് തരണം, അതെൻ്റെ കൈ കൊണ്ട് തന്നെ തരണം, അതുകൊണ്ടാണ് ഞാൻ വന്നത്, വായിച്ച് നോക്കടി എന്ന് പറഞ്ഞിട്ട് ഗീതുയുടെ കയ്യിലേക്ക് ആ ഒരു പേപ്പർ കൊടുക്കുകയാണ്. അത് വായിച്ചു നോക്കുമ്പോൾ അത് വെറും പേപ്പറല്ല, ഇന്ന് തന്നെ കോടതിയിൽ ഡൈവേഴ്സിൻ്റെ ഹിയറിംഗ് ഉണ്ട്, അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള ഒരു നോട്ടീസാണ്. അത് കാരണം ഗീതുവിൻ്റെ കണ്ണ് നിറയുവാണ്. അതേപോലെ തന്നെ ഗോവിന്ദും ഇതേ നോട്ടീസ് കണ്ട് ഞെട്ടിത്തരിക്കുവാണ്. വക്കീലിനോട് ചോദിക്കുന്നുണ്ട്, ഇതെന്താ ഇന്ന് ഡൈവേഴ്സിൻ്റെ ഹിയറിംഗ് ആണെന്നോ? ഇതെന്താ ഇങ്ങനെ? ഗീതു ഡൈവേഴ്സിനെ സമ്മതിച്ചിട്ട് പോലും ഇല്ലെന്ന് പറയുമ്പോൾ, ഗീതു ഒക്കെ സമ്മതിച്ചു സാർ എന്ന് വക്കീൽ പറയുന്നുണ്ട്. ഗീതു സമ്മതിച്ചു എപ്പോൾ എന്ന് പറയുമ്പോൾ വരുൺ എടുത്ത വായിക്ക് പറയുന്നുണ്ട്, അവളൊക്കെ നേരത്തെ സമ്മതിച്ചു, ചേട്ടൻ്റെ മുമ്പിൽ അവൾ നാടകം കളിക്കുക, അവൾ നേരത്തെ തന്നെ ഡൈവേഴ്സ് പേപ്പറിൽ ഒപ്പിട്ട് കൊടുത്തിരുന്നു, അതുകൊണ്ടാണ് കോടതിയിൽ നിന്ന് ഇന്ന് തന്നെ ഈ ഹിയറിംഗ് വെച്ചത്. പിന്നെ രാധിക പറഞ്ഞു എത്രയും പെട്ടെന്ന് തന്നെ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്ന് എന്ന് വക്കീൽ പറയുവാണ്. അത് കേൾക്കുന്ന ഗോവിന്ദ് ആകെ ഞെട്ടിത്തെരിക്കുവാണ്. നമ്മുടെ ഗീതു പറയുന്നുണ്ട്, ഇതിലെന്തോ ചതിയുണ്ട്, ഞാൻ ഒപ്പിടാതെ ഞാൻ സമ്മതിക്കാതെ എങ്ങനെ ഹിയറിംഗ് നടക്കുമെന്ന് എന്ന് പറയുമ്പോൾ, അത് വേറൊന്നുമല്ലടി, എനിക്ക് ഇവിടെ മാത്രമല്ല കോടതിയിലും പിടിയുണ്ട് എന്ന് രാധികാമ്മ പറയുവാണ്. ആ സമയത്ത് നമ്മുടെ ഗീതു പറഞ്ഞിട്ടും, കോടതിയിലോ നിങ്ങൾക്കോ ഒരിക്കലും നിയമത്തിന് മുമ്പിൽ ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല, ആർക്കും പിടികൊടുക്കാത്ത ഒന്നാണ് കോടതി, ഇതെന്തോ ചതി തന്നെയാണ് എന്ന് പറയുമ്പോൾ, ആണോ എങ്കിൽ നന്നായിപ്പോയി എന്നൊക്കെ രാധികാമ്മ ഭയങ്കര സന്തോഷത്തോടു കൂടി പറയുവാണ്. ആ സമയത്ത് വിജയലക്ഷ്മി പറയുന്നുണ്ട്, ഗീതുവിൻ്റെ സമ്മതമില്ലാതെ എങ്ങനെ ഹിയറിംഗ് നടക്കും, അവളുടെ സമ്മതമൊക്കെ നേരത്തെ കിട്ടിക്കഴിഞ്ഞു എന്ന് പറയുവാണ്. ഇതൊക്കെ കേൾക്കണ ഗീതു ആകെ ഇങ്ങനെ നിൽക്കുക കേട്ടോ. വിജയലക്ഷ്മി പറയുന്നുണ്ട്, എനിക്ക് കോടതിയിലൊക്കെ പിടിയണ്ടടി, 16 വർഷം മുമ്പ് ആരൊക്കെയോ ഒരാൾ കോടതിയിൽ പോയിട്ട് ഈ തറവാട് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു, എന്നിട്ട് 16 വർഷത്തിന് ആ തറവാട്ട് നിൽക്കാൻ പറ്റുമോ? ഓ ഇല്ല, അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, ഞാൻ വിചാരിച്ചാൽ എന്തും നടക്കും, കേട്ടല്ലോ, ഈ തറവാട് പോലും അവർക്ക് 16 വർഷത്തിന് ശേഷം ഇപ്പോഴാണ് കയറാൻ പറ്റിയത്, എപ്പോഴോ വിധി വന്നതാണ്, അതാണിടെ ഈ രാധികാമ്മയുടെ മിടുക്ക് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര സ്ലോ മോഷനിൽ അവിടെ നടന്നു പോവുക കേട്ടോ. ഇതൊക്കെ കേട്ട് നമ്മുടെ ഗീതു ആകെ ഞെട്ടിയിരിക്കുകയാണ്. അങ്ങനെ ഗീതു, അമ്മ അവിടെ നിന്നേ,
16 വർഷത്തെ കണക്ക് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് നേരം മിണ്ടാതിരുന്നു വെച്ചിട്ട് അമ്മ പഞ്ച് ഡയലോഗ് പറഞ്ഞിട്ട് പോകേണ്ട കാര്യമൊന്നും ഇല്ലെന്ന് പറയുമ്പോൾ എങ്കിൽ നീ പറയടി പഞ്ച് ഡയലോഗ് എന്ന് പറയുമ്പോൾ ഞാൻ പറയും ഇപ്പോഴല്ല കോടതിയിൽ വന്നിട്ട്. എനിക്ക് കോടതി വന്നിട്ട് പഞ്ച് പറയാനാ താല്പര്യം ആണോ? എങ്കിൽ ശരി, നിന്നെ അവിടെ വെച്ച് കാണാം എന്ന് രാധികാമ്മ പറയുന്നുണ്ട്. ശരി, അവിടെ വെച്ച് നേരിടാം എന്ന് ഗീതവും പറയുവാണ് കേട്ടോ. ശരി എന്ന് പറഞ്ഞിട്ട് രാധികാമ്മ അവിടെ നിന്ന് വീണ്ടും സ്ലോ മോഷനിൽ തന്നെ നടന്നിട്ട് പോവാണ്. അതിനുശേഷം ഗീതു പറയുന്നുണ്ട് വിജയലക്ഷ്മി എടുത്ത്, എന്നെ ചതിച്ചത് രാധികാമ്മയല്ല, ഗോവിന്ദാണ്, ഗോവിന്ദ് സാറ്. അയാൾ എന്നെ കൂടെ നിർത്തി ചതിക്കുമായിരുന്നു, എനിക്ക് ബോധ്യമായെന്ന് പറയുമ്പോൾ വിജയലക്ഷ്മിക്കും ആകെ എന്തോ പോലെ ആകുവാട്ടോ. അങ്ങനെ ഗീതുക്ക് അങ്ങ് ദേഷ്യം വരുവാണ്. ഗീതു പെട്ടെന്ന് ഇന്നലെ പ്രതിബിംബം പറഞ്ഞ കാര്യം ആലോചിക്കുവാണ്, ഗോവിന്ദനോട് നിനക്ക് പ്രണയമാണെന്ന്. അങ്ങനെ ഗീതുക്ക് ദേഷ്യം കൊണ്ട് ഗീതു മനസ്സിൽ വിചാരിക്കുകയാണ്, ഇവിടെ എവിടെയെങ്കിലും കണ്ണാടി ഉണ്ടെങ്കിൽ ഞാൻ തവിടിച്ച് പൊട്ടിച്ചാനെ ഇങ്ങനെ പറയുന്നുണ്ട്. അതിനുശേഷം ആ തറവാടും ഒക്കെ നോക്കിയിട്ട് ഇങ്ങനെ നിൽക്കുവാണ്. നമ്മുടെ വക്കീൽ ഓരോരോ കാര്യങ്ങൾ പറയുമ്പോൾ ഗോവിന്ദ് പറയേണ്ടത് ഇതൊന്നും ഒരിക്കലും നടക്കില്ല, എനിക്ക് ഗീതുവിനെ കുറിച്ച് ഇത്ര മോശമായിട്ടൊന്നും കോടതി പറയാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ ശരി, നീ കോടതിയിൽ മോശമായിട്ടൊന്നും പറയണ്ട എന്ന് രാധികാൻ പറയുന്നുണ്ട്. വക്കീൽ പറയുന്ന കാര്യങ്ങൾ നീ യെസ് യെസ് എന്ന് മാത്രം മൂളിയാൽ മതി എന്ന് പറയുവാണ്. വക്കീൽ അവസാനം ഇത് പറയണ്ടേ, ഗീതുക്ക് സ്വഭാവദൂഷ്യം ഉണ്ടോ എന്ന് ചോദിക്കും. യെസ് എന്ന് പറയണം. ഗീതുവിനെ ഡൈവേഴ്സ് ചെയ്യാൻ സമ്മതമാണോ എന്ന് ചോദിക്കും. അപ്പോഴും യെസ് എന്ന് പറയണം എന്ന് പറയുമ്പോൾ ഇതൊന്നും നടക്കില്ല എന്ന് ഗോവിന്ദ് പറയുക കേട്ടോ. ആ സമയത്ത് നടക്കും. രാധിക പറയുന്നുണ്ട്, നീ കോടതിയിൽ ഇതുപോലെ പറഞ്ഞു കഴിഞ്ഞാൽ 6 മാസത്തിൽ തന്നെ നിങ്ങളുടെ ഡൈവേഴ്സ് നടക്കും എന്ന് രാധിക പറയുമ്പോൾ ഗോവിന്ദ് ആകെ ഞെട്ടുവാണ്. ഗീതു ഒരിക്കലും ഇതിന് സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണില്ല എന്നിങ്ങനെ പറയുന്നിടത്താണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.